കാസർഗോഡ് ജില്ലയിൽ ISRO ഉദ്യോഗസ്ഥ ചമഞ്ഞ് ഹണി ട്രാപ്പ് നടത്തിയ കേസിൽ പ്രതിയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതി നൽകി. കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരൻ തനിക്കെതിരെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാക്കാനും ശ്രമം നടത്തിയെന്നാണ് വിവരം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ശ്രുതിയെ കണ്ടെത്താനായിട്ടുണ്ടോ പോലീസിന്? ഇത്രയധികം പോലീസുകാരെ വട്ടം ചുറ്റിച്ച ഒരാളല്ലേ? പ്രവിത ക്രിസ്റ്റീന, ശ്രുതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പോലീസ് മേൽപ്പറമ്പ് സ്റ്റേഷനിൽ FIR ഇട്ടത് മുതൽ, അതായത് ശ്രുതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് അറിഞ്ഞത് തൊട്ട് തന്നെ ശ്രുതി ഒളിവിലാണ്. കഴിഞ്ഞ 3 ദിവസമായി ശ്രുതിയെ കൊമ്പനടുക്കത്തെ വീട്ടിൽ കാണുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും പോലീസ് ശ്രുതിക്ക് വേണ്ടിയുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ശ്രുതി പോകാനിടയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെടാനിടയുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നത്. ശ്രുതിയെ മറ്റാരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്ന് കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. എന്തായാലും ശ്രുതി വലിയൊരു കുറ്റകൃത്യം, അതായത് ആൾമാറാട്ടം നടത്തി വഞ്ചനാ കുറ്റമൊക്കെ നടത്തിയാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ഈ ISRO ഉദ്യോഗസ്ഥ ചമഞ്ഞും സിവിൽ സർവീസ് അക്കാദമിയിൽ വിദ്യാർത്ഥിനി ചമഞ്ഞുമൊക്കെ ശ്രുതി ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ചമഞ്ഞ് പോലീസുകാരെ ഉൾപ്പെടെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലെ പോലീസുകാരൊക്കെ തന്നെ ഈ ശ്രുതിയുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ പരാതി പറയാൻ വേണ്ടി എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രുതിയുടേത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ശ്രുതി അവർക്കെതിരെ വ്യാജ ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെ മേലുദ്യോഗസ്ഥർക്ക് നൽകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പല പോലീസുകാർക്കും ജോലി സസ്പെൻഷനിലാവുകയും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതേക്കുറിച്ചൊക്കെ വലിയ രീതിയിലൊരു അന്വേഷണം പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ നടത്തണം, അതായത് സേനയ്ക്കുള്ളിൽ നടത്തണമെന്നൊരു ആവശ്യം പോലീസുകാർക്കിടയിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ശ്രുതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വരുന്നു. ശ്രുതി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ഒട്ടേറെ പോലീസുകാർ, നമ്മൾ ഇതേക്കുറിച്ച് പോലീസുകാരുമായി സംസാരിക്കുമ്പോൾ ചില പോലീസുകാർ, അതായത് ഈ നടപടി നേരിട്ടുള്ള ചില പോലീസുകാർ പൊട്ടിക്കരയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ മേലുദ്യോഗസ്ഥർ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം, ഇതിനൊരു പ്രത്യേകമായ അന്വേഷണ സംഘത്തെ നിയോഗിക്കണം, എന്നിട്ട് ശ്രുതി നടത്തിയ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ ഈ വ്യാജരേഖ ചമച്ച ISRO ഉദ്യോഗസ്ഥ, ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞാണ് ശ്രുതി പല തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം. എന്തായാലും ഉടനെ തന്നെ ശ്രുതിയെ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, പ്രവിത. അരുൺ, ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫ് കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ. സർ, ഇപ്പോൾ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിരവധി പോലീസുകാരെ ഉൾപ്പെടെ ഇവർ പറ്റിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശ്രുതി പോലീസുകാർ പൊട്ടിക്കരയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ വാർത്തയുടെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ നിരവധി പേർക്ക് നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവർ കള്ളപ്പരാതി നൽകി എന്നുള്ളതാണ് പോലീസുകാരിൽ ചിലർ തന്നെ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ പോലീസുകാർക്കെതിരെ തന്നെ ഒരു കള്ള ആരോപണം വരുമ്പോൾ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് സർ ഇതിലൊരു സത്യാവസ്ഥ? ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്നെ പോലെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഇതേപ്പറ്റി വളരെയധികം പരാതികൾ പല തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി, നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി അവരെ ട്രാഫിക് പെടുത്തി അവർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചിലരെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ചില രംഗങ്ങള്, പല സ്ത്രീകളും ഇതുപോലെ പോലീസുമായിട്ട് അമിതമായ ബന്ധം പുലർത്താൻ താല്പര്യമുള്ളവരാണ്. പല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായിട്ട് പല സ്ത്രീകൾക്ക് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ വരികയും അവരെ കാണുക, അവരുമായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ധാരാളം സംഭവങ്ങൾ ഇപ്പം കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതേപ്പറ്റി എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം നടക്കും. നിരപരാധികളായ പല പോലീസുകാരും ഇതിനകത്ത് പെട്ടുപോയി. അവർ ചിലർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. സൂയിസൈഡിന്റെ കാരണങ്ങളൊന്നും നമുക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരു മാസക്കാരുടെ 7 പേര് വരെ സൂയിസൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ചാനലായ നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാരണം ഇതുപോലുള്ള ട്രാപ്പ് പെട്ടുപോവുകയാണ് പലരും. നമുക്ക് 2019 വേലുപ്പുഴയിലെ ഒരു ASI അവരായിട്ട് ഒരു പെറ്റീഷനുമായിട്ട് വന്ന ഒരു സ്ത്രീയെ അവര് വളരെയധികം അടുത്ത് അവസാനം അയാളെ റേപ്പ് കേസിലെ പ്രതിയാക്കിയിട്ടുണ്ടാകും 2019. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേ സ്ത്രീ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലെ ASI അടുത്തിട്ട് അവിടെയും ഒരു റേപ്പ് കേസിൽ അയാളെ പ്രതിയാക്കി.
ഇതല്ലാതെ പെറ്റീഷൻ അവർ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്, എന്നെ പീഡിപ്പിക്കുന്നത്. ഇതൊരു മാനസികാവസ്ഥയാണ് ചില സ്ത്രീകൾക്ക്. ഈ ഫ്രോഡ് കാണിച്ച് ആളായിട്ട് നടക്കുക, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ വലിയ സ്വാധീനമുള്ള ആളാണ്. ഇപ്പം പിന്നെ ഈ കാസർകോട്ടെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഒരു SI ഇതിന് കൊടുത്ത പരാതി അന്വേഷിച്ചിട്ട് അതിനകത്ത് ഇവര് ഫ്രോഡാണ്, ഇവര് ഒരു ISRO എഞ്ചിനീയറും അല്ല, ഇവര് IAS സ്റ്റുഡന്റും അല്ല, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പം ആ SIക്ക് എതിരായി. അതിനുശേഷം അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കുക. എന്താ കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ധാരാളം. ലിവിങ് ടുഗദറും ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷന് എങ്ങനെ പോയാലും അടുപ്പം പ്രായപൂർത്തിയായവർ ഒന്നിച്ച് പോകുന്നതൊന്നും ഇന്ത്യയിൽ ഇപ്പം കുറ്റമല്ല. അവരായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുത്തിയാലും കുറ്റമല്ല. അതൊരു റേപ്പും അല്ല. അപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ മാനസികമായി തളരരുത്. ഇതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ശക്തമായ നടപടിയെടുക്കുന്ന സബ് ഇൻസ്പെക്ടർമാർക്കും SHOമാർക്കും എതിരായി. അല്ല സാർ, ഈ നിയമപാലകർക്കെതിരെ തന്നെ ഇത്തരത്തിലൊരു കള്ള ആരോപണം വരുമ്പോൾ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇതിൽ മറ്റാരുടെയെങ്കിലും സഹായം ഈ പ്രതിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണോ? അത് തീർച്ചയായും ലഭിക്കുന്നുണ്ട്. കാരണം എന്നറിയാമോ, ഓരോ പോലീസ് സ്റ്റേഷനിൽ SHO ചെയ്യുമ്പോൾ അവിടെ ചില പോലീസുകാർക്ക് ഇവർക്ക് എതിരാണ്. SHOക്ക് മാനസികമായി എതിരാണ്. കാരണം ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്കൊന്നും ആ SIമാരെ CIമാരെയും തിരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ മറ്റൊരു പോലീസുകാരനെ തിരിക്കാതെ വരും. അപ്പോൾ ഒരു റിസ്ക് അവിടെ ഉണ്ട്. അന്നേരം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരെ മിസ്യൂസ് ചെയ്യുക. അപ്പൊ ഇത് പരിശോധന നമുക്ക് നിർത്തണം. പോലീസിനെ മാനസികമായി തകർക്കുന്ന കാര്യങ്ങളാണ് ഇത്. പണ്ട് മുതലേ ഇതുപോലെ പല പോലീസ് സ്റ്റേഷനിലും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പല സ്ത്രീകളും ഇതുപോലെ വരുമ്പോൾ നമ്മൾ അവരെ ഒഴിവാക്കി നിരുത്സാഹപ്പെടുത്തും. അപ്പം തന്നെ അവർക്ക് ഇവിടെ വന്ന് കളിക്കരുത്, കളിച്ചാൽ നിങ്ങൾക്ക് ടീച്ചിങ് കേസ് എടുക്കേണ്ടി വരും. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. എന്തായാലും പോലീസ് സേനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇതുപോലെ ക്രമസമാധാന പാലനം അത് നീതിപൂർവ്വം നിർവഹിക്കുന്നവർക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഒരു തടസ്സം കൂടിയാണ് ഇത്തരം ആൾക്കാർ സൃഷ്ടിക്കുന്നത്. എന്തായാലും എല്ലാ രീതിയിലും എല്ലാ രംഗത്തു നിന്നും അത് പരിഹാരം ആവശ്യമുള്ള കാര്യമാണ്, പോലീസ് സേനയ്ക്കുള്ളിൽ നിന്നായാലും പുറത്തു നിന്നുള്ളവരിൽ നിന്നുള്ളതായാലും. അതെ, പോലീസുകാരെ മാത്രമല്ല സാധാരണക്കാരെയും ഇത്തരത്തിൽ ശ്രുതി പറ്റിച്ചിട്ടുണ്ട്, വ്യാജ പേരുകളിലൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ പാറക്കിലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വിശദാംശങ്ങളും അരുൺ പാറക്കിലാണ് നൽകിയത്.